ഹായ്, ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു രോഗമാണ് മംസ്. ചില നാടുകളിൽ മുണ്ടുനീര്, താടവീക്കം എന്നൊക്കെ പറയും. ഈ ഒരു മംസ് എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, എങ്ങനെയാണ് അത് പ്രതിരോധിക്കേണ്ടത്, ആർക്കാണത് കൂടുതൽ സാധ്യതയുള്ളത്, ഇതിൻ്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായി എന്താണ് മംസ് എന്ന് നോക്കാം. മംസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. ഇതൊരു വൈറൽ ഇൻഫെക്ഷനാണ്. ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഈ മംസ് എന്നുള്ളത്. ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ പ്രധാന ഉമിനീർ ഗ്രന്ഥിയായിട്ടുള്ള പരോട്ടിഡ് ഗ്ലാൻഡിലാണ്. നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പരോട്ടിഡ് ഗ്ലാൻഡ്, നമ്മൾ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ഗ്രന്ഥിയാണ് ഒരു പരോട്ടിഡ് ഗ്ലാൻഡ് എന്നുള്ളത്. അപ്പോൾ ഈ പരോട്ടിഡ് ഗ്ലാൻഡിനെയാണ് ഇത് പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. അവിടെ എഫക്റ്റ് ചെയ്ത് അതുമായി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവിടെ നീർക്കെട്ടും വേദനയും വീക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് മംസ് എന്ന് പറയും. ഇനി ഇതിൻ്റെ അപകട സാധ്യത ആർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നമുക്കറിയാം, ഇത് കുട്ടികളിലാണ് ഇത് കാണുന്നത്. 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് വരാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. അത് വിചാരിച്ചിട്ട് മുതിർന്ന ആളുകൾക്ക് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മുതിർന്ന ആളുകൾക്കും ഇത് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. കുട്ടികളുടെ മാത്രമായിട്ടുള്ള രോഗമല്ല മംസ് എന്നുള്ളത്, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പ്രത്യേകിച്ച് സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, അതുപോലെ ഡേ കെയറുകൾ, ഇത്തരം സ്ഥലങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ഉറവിടമായിട്ടുണ്ടാവാറുള്ളത്. ആളുകൾ തിങ്ങിക്കൂടി കൂടുതൽ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നാണ് കൂടുതൽ ഇതിൽ സ്പ്രെഡ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് അതും കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ഇത് എങ്ങനെ പടരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു മറ്റുള്ള ആളുകളിലേക്ക് ഇത് സ്പ്രെഡ് ആകുന്നത് നോക്കാം. പ്രധാനമായും രോഗി, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആള് തുമ്മുകയോ ചുമക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വായിൽ നിന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അത് മറ്റുള്ള ആളുകളിലേക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂട്ടും. ഇതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പകരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രോഗിയുമായിട്ട് ഇടപഴകുന്ന ആളുകൾ, അടുത്ത് കോണ്ടാക്റ്റ് ഉള്ള ആളുകൾ, രോഗി ഉപയോഗിച്ച ടവല്, പാത്രങ്ങൾ, ഇത്തരം രോഗി ഉപയോഗിച്ച സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകൾക്കൊക്കെ ഇത് അങ്ങോട്ട് സ്പ്രെഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്, അതായത് ഒരു വൈറസ് എഫക്റ്റ് ആയതിനു ശേഷം ശരീരം ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന വരെയുള്ള ഒരു ഗ്യാപ്പ്, സമയം, അതിനാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുക. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു 2 ആഴ്ചയോളം വരും ഏകദേശം സാധാരണ രീതി. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാട്ടോ, കറക്റ്റ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 2 ആഴ്ചയോളമാണ് ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ചില സമയത്ത് 1 മാസം, 25, 28 ദിവസം, 30 ദിവസത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് മംസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പിക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നമുക്ക് പോകാം. ലക്ഷണങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സാധാരണ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ഇതിൻ്റെ തുടക്കത്തിൽ കാണിക്കുക. പനി ഉണ്ടാവും, തലവേദന ഉണ്ടാകും, ശരീരവേദന ഉണ്ടാകും, ക്ഷീണമുണ്ടാകും, വിശപ്പില്ലായ്മ ഉണ്ടാകും. ഇത്തരം സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ ഉണ്ടാകും ഫസ്റ്റത്തെ 1-2 ദിവസം. ഇങ്ങനെയാണ് ഇത് തുടങ്ങുക. അതിനുശേഷം 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സിംറ്റം വരുന്നത്. നമ്മുടെ പരോട്ടിഡ് ഗ്ലാൻഡിൽ നീർക്കെട്ട് വരികയും വീക്കം വരികയും അവിടെ വേദന വരികയും ചെയ്യും. ആ കുട്ടികളുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ വീർത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് നല്ല വേദന ഉണ്ടാകും. കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും വേദന കാരണം. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് വായിൽ നല്ല ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ ആളുകൾക്കും ഇതുപോലെ വീക്കം ഉണ്ടാവണമെന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക. അപൂർവമായ ചില കേസുകളിൽ ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വീക്കം ഇല്ലാതെയും മംസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം കേസുകളിൽ നമുക്കത് കണ്ടെത്താനും തിരിച്ചറിയാനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇനി ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്, ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വലുതാണ്. അപൂർവമായിട്ട് ഇത് കോംപ്ലിക്കേഷൻസിലേക്ക് പോവാറുണ്ട്. ഈ പരോട്ടിഡ് ഗ്ലാൻഡിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ചില ആളുകളിലേക്ക് ബ്രെയിനിലേക്ക് ഇത് എഫക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ മെനിഞ്ചൈറ്റിസ് പോലുള്ള ബ്രെയിനിലേക്ക് ഈ വൈറൽ ഇൻഫെക്ഷൻ എഫക്റ്റ് ആവാൻ സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ കുട്ടികളുടെ വൃഷ്ണങ്ങളിലേക്ക് ടെസ്റ്റിസിലേക്ക് ഇത് എഫക്റ്റ് ആവാനുള്ള അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകളാണെങ്കിൽ അണ്ടാശയത്തിൽ ഇത് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാൻക്രിയാസിൽ ഇത് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഗ്രന്ഥികളിലൊക്കെ ഇത് പോയിട്ട് ഇത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ചെവിയിൽ ഇത് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ടെസ്റ്റിസിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഭാവിയിൽ കുട്ടികൾ ഉണ്ടാവാത്തൊരവസ്ഥ, കൗണ്ടിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ക്ലിനിക്കിലേക്ക് വരുന്ന ഒരുപാട് ഇൻഫെർട്ടിലിറ്റി കേസുകളൊക്കെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുമ്പോൾ അവർ കുട്ടിക്കാലത്ത് ഈ ഒരു ഇത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു കോംപ്ലിക്കേഷനാണ്. ഇൻഫെർട്ടിലിറ്റി എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു കോംപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ പിന്നെ സ്ത്രീകൾക്ക് അണ്ടാശയം എഫക്റ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ കേൾവിക്കുറവ് അല്ലെങ്കിൽ കേൾവി തന്നെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന സാഹചര്യം പോലും ഈ കുട്ടികൾക്ക് ഇത് ഉണ്ടാവാനുള്ള സാധ്യത. അതുകൊണ്ട് ഇത് അത്ര നിസ്സാരമാക്കി കളയേണ്ട രോഗമൊന്നുമല്ല. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി നിങ്ങൾ ഓർക്കുക. ഇനി ഇതിൻ്റെ പ്രതിരോധം എങ്ങനെയാണ് ഇത് പ്രതിരോധിക്കേണ്ടത് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വാക്സിൻ അവൈലബിൾ ആണ്. വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുമാത്രമല്ല പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. രോഗിയുമായി കൂടുതലുള്ള സമ്പർക്കങ്ങൾ ഒഴിവാക്കുക. ഇനി രോഗിയുമായി സമ്പർക്കമുള്ള ആളുകൾ അതിൻ്റേതായ പ്രിസർവേറ്റീവ് മെഷർമെൻറ്റുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള സമ്പർക്കത്തിൽ ഏർപ്പെടുക. കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്കും അംഗനവാടിയിലേക്കും മറ്റു ഇത്തരം സ്ഥലങ്ങളിലേക്ക് വിടാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഇതിനെ നിയന്ത്രിക്കാനാവുമെന്നുള്ളതാണ്. ഒരു കാര്യം വീണ്ടും പറയുന്നു, ഇത് ചെറിയൊരു രോഗമാണെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വളരെ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള ഒരു രോഗം കൂടിയാണ്. അതുകൊണ്ട് വളരെ കെയർ ആയിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ ഒരു രോഗത്തിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതിൽ ഇഷ്ടമായി വീണ്ടും കാണാം. താങ്ക് യു.